പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഒരു അവസരം, അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം നമുക്ക്. അതായത് അച്ഛനെതിരെ ഈ സംഘടനയിൽ വലിയ നീക്കം ആദ്യം മുതലേ ഉണ്ടായി എന്നാണ് വിശ്വാസം. അതെ, ആ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഈ സംഘടനയെ ഭരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയമായപ്പോ കുറച്ചുപേരൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ മാറിയത്, അതോ അവർ ടയർഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അച്ഛന് മോശം അനുഭവം ഈ സിനിമയൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഉണ്ട്, അതായത് 2010 മുൻപേ തന്നെ ഉണ്ട്. അച്ഛന് തുടർച്ചയായിട്ട് അവാർഡ് കിട്ടിയപ്പോ, അവാർഡുകൾ ഒരു 80 to 90s ഇടയ്ക്ക് കുറെ സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയപ്പോ ആ അവാർഡ് കുത്തക നമുക്ക് പൊളിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു 3-4 പേര് ചേർന്ന് കൂടിയ ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടനയായിട്ട് പിന്നീട് പന്തലിച്ചത്. അച്ഛനെതിരെ സംഘടിച്ചതാണ് അച്ഛന് ഒരു കാര്യം, വൺ ഓഫ് ദ റീസൺ. അല്ലാതെ ഇവരുടെ മെയിൻ അജണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് എല്ലാവരെയും ജസ്റ്റ് ടു കീപ് ദം ഇൻ ലൈൻ, ഒരു നിലയ്ക്ക് നിർത്തുക, അവരുടെ കൺട്രോളിൽ നിർത്തുക. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ അജണ്ട.